ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എൽ ഡി ക്ലർക്ക് പരീക്ഷയുടെ മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങളാണ് ചെയ്യുന്നത്. ഇത് നമ്മളുടെ 14ാമത്തെ ക്ലാസ്സാണ്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം മക്കളെ. ആദ്യത്തെ ചോദ്യം, 5 പേരെ ഒരു വൃത്തത്തിന് ചുറ്റും വിവിധ രീതിയിൽ ക്രമീകരിക്കുന്നു. ഇങ്ങനെ എത്ര വിധത്തിൽ ക്രമീകരിക്കാം? ഇത് നമുക്ക് 2 രീതിയിലാണ് ഈ ചോദ്യം ചോദിക്കുക. ഒന്നുകിൽ ഒരു ലൈനിൽ നിർത്തുന്നു, 1 2 3 4 5, അങ്ങനെയാണെങ്കിൽ എത്ര എണ്ണമാണോ ഉള്ളത് അത്രയും ഫാക്ടോറിയൽ n ഫാക്ടോറിയൽ ബേസിൽ നിർത്താം. പക്ഷെ ഒരു വൃത്തമാണെങ്കിൽ അവിടെ ശ്രദ്ധിക്കുക, 1 2 3 4 5 എന്നാണ്. അപ്പോൾ ഇവിടെ ഒരു പേഴ്സണും ഈ ആളും തമ്മിൽ മീറ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഇവർ തമ്മിൽ റൗണ്ടിലാവുമ്പം ഉണ്ടോ ഇങ്ങനെ അവർക്ക് നേരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ അങ്ങനെ ഒരു ചേഞ്ച് കൂടെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്ര ആലോചിച്ചാൽ മതി, സർക്കുലർ ഷേപ്പിലാണ് നിർത്തുന്നതെങ്കിൽ, വൃത്തത്തിലാണ് നിർത്തുന്നതെങ്കിൽ n-1 ഫാക്ടോറിയൽ വേസിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ 5 ആണുള്ളത്. സോ 5 - 1 4 ഫാക്ടോറിയൽ വേസിൽ നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 4 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ എന്താണ്? 4 × 3 × 2 × 1, 4 × 3 12, 12 × 2 24 രീതിയിൽ നമുക്ക് ഇവരെ അറേഞ്ച് ചെയ്യാം. സോ ആൻസർ എത്രയാണ്? 24. സോ ആൻസർ 24, ഓപ്ഷൻ ബി. ശരിയാണോ? യെസ്, 24. അപ്പോൾ ഓർക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ n ഫാക്ടോറിയൽ, സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ n ഫാക്ടോറിയലും, റൗണ്ട് ഓർ സർക്കുലർ ഷേപ്പ് ആണെങ്കിൽ n-1 ഫാക്ടോറിയലും ആയിരിക്കും ഇതിൻ്റെ ആൻസർ. സോ n ഫാക്ടോറിയലും n-1 ഫാക്ടോറിയലും. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. ശംഖുവിൻ്റെ വീട്ടിൽ കുറച്ച് പേരുണ്ട്. അവരുടെ എണ്ണത്തിൻ്റെ വർഗത്തിൽ നിന്ന് 63 കുറച്ച് കിട്ടുന്ന സംഖ്യയുടെ വർഗമൂലം കണ്ടാൽ വനിതകളുടെ എണ്ണം കിട്ടും. അത് 9 ആണ്. എന്നാൽ ആകെ ആൾക്കാരുടെ എണ്ണവും പുരുഷന്മാരുടെ എണ്ണവും എത്ര? അതായത് എണ്ണത്തിൻ്റെ വർഗത്തിൽ നിന്ന് 63 കുറച്ചാൽ കിട്ടുന്ന സംഖ്യയുടെ വർഗം. ഇപ്പോൾ ഇവിടെ n ആളുകളുണ്ടെന്ന് വിചാരിക്കുക, n ആളുകളുണ്ടെന്ന് വിചാരിക്കുക. അതിൻ്റെ വർഗം n², അതിൽ നിന്ന് 63 കുറച്ച് കിട്ടുന്ന സംഖ്യയുടെ റൂട്ട് എടുത്താൽ എത്ര കിട്ടും? 9 കിട്ടും. അപ്പം ഞാൻ എന്ത് ചെയ്യുക? ഇതിനെ അങ്ങ് സ്ക്വയർ ചെയ്തു. അപ്പം ഇതിനെയും അങ്ങ് സ്ക്വയർ ചെയ്തു. n-63യുടെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, n² - 63യുടെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആയിരിക്കും? n² - 63 തന്നെ ആയിരിക്കും. ഈസ് ഈക്വൽ ടു 9ന്റെ സ്ക്വയർ എത്ര ആയിരിക്കും? 81 അല്ലേ? അപ്പോൾ n² എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? ഈ 81, ഈ -63 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? +63 ആവും. സോ 3 1 4, 8 6 14, 144. അപ്പോൾ നമുക്ക് n² 144 എന്ന് കിട്ടി. n² 144 ആണെങ്കിൽ n എത്ര ആയിരിക്കും? √144 ആയിരിക്കും. √144 എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും മക്കളെ? 12 ആയിരിക്കും. അപ്പോൾ n 12 എന്ന് കിട്ടി. n 12 എന്ന് കിട്ടി. എന്തുവാ ചോദ്യം? എന്തുവാ? അവരുടെ എണ്ണത്തിൻ്റെ വർഗത്തിന് 63 കുറച്ച് കിട്ടുന്ന സംഖ്യയുടെ വർഗ്ഗമൂലം കണ്ടാൽ വനിതകളുടെ എണ്ണം കിട്ടും. അപ്പോൾ ആകെ ടോട്ടൽ അതിനെയാണ് നമ്മൾ n ആയിട്ട് എടുത്തത്. എത്ര കിട്ടി? 12. അതിൽ പുരുഷന്മാർ സ്ത്രീകൾ എത്രയാണ്? 9 ആണ്. അപ്പോൾ പുരുഷന്മാർ എത്രയായിരിക്കും? 12 - 9 എത്ര കിട്ടും? 3 അല്ലേ? 12 - 9 3. പുരുഷന്മാരുടെ, സ്ത്രീകളുടെ എണ്ണം 9 ആണ്. പുരുഷന്മാരുടെ എണ്ണം എത്രയാണ്? അപ്പോൾ എത്ര കിട്ടി? ആകെ 12ൽ നിന്ന് 9 സ്ത്രീകൾ അങ്ങ് കുറച്ച് കഴിഞ്ഞാൽ എത്രയായിരിക്കും? 3 പുരുഷന്മാർ. സോ ചോദ്യം എന്താണ്? പുരുഷന്മാരുടെ എണ്ണം 3, ആകെ എണ്ണം എത്ര? ആകെ ആൾക്കാരുടെ എണ്ണം, ഓക്കെ, ആകെ ആൾക്കാരുടെ എണ്ണം 12, പുരുഷന്മാരുടെ എണ്ണം 3. അപ്പോൾ 12ഉം 3ഉം ഓപ്ഷൻ ഡി. യെസ്, ഓപ്ഷൻ ഡി. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ നമ്മളങ്ങ് ചെയ്താൽ മതി. സോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇനി n² 63 ഒക്കെ എടുക്കാതെ മനസ്സിൽ ഇതൊന്ന് ആലോചിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവന്ന് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. കുറച്ച് പ്രാക്ടീസ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അല്ലാതെ തന്നെയും ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ പോട്ടെ, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെ നമ്മൾ ആ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക്
അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒരാൾ സർക്കാർ സർവീസിൽ നിന്നും 31/3/2021 വിരമിച്ചു. അയാൾ 25/9/2000 സർവീസ് ആരംഭിച്ചുവെങ്കിൽ ആകെ സർവീസ് എത്ര വർഷം, എത്ര മാസം, എത്ര ദിവസം? അപ്പം ഇയാൾ സർവീസിൽ കയറുന്നത് എന്നാ? 25/9/2000 ഇയാൾ സർവീസിൽ കയറുന്നത്. ഈ മനുഷ്യൻ എത്ര നാൾ സർവീസ് ഉണ്ട്? 31/3/2021 വരെ. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ 25/9/2000 ഇയാൾ സർവീസിൽ കയറിയത്? അതെ, വേറൊരു കളർ എടുക്കാവേ. അപ്പോൾ ഇതേ തൊട്ട് മുമ്പത്തെ വർഷം ഈ 2021 ഈ 9 എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ മാസമാണ്. 9 വരെ ഇയാൾ ഇല്ല, 3 ആയപ്പോഴേക്കും ഇയാൾ പോയി. അപ്പോൾ 2021 വരെ നമുക്ക് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇയാളെ 25/9/2021 2020 21 പറ്റത്തില്ലല്ലോ, 20 വരെ. അപ്പോൾ തികച്ച എത്ര വർഷമുണ്ട്? 20 വർഷമുണ്ട്. അപ്പോൾ 20 വർഷമായി, തികച്ച് 20 വർഷം. പിന്നെ ഈ 2020 9 അയാൾ ഡ്യൂട്ടിയിലുണ്ട്, 10, 11, 12. അപ്പോൾ 2020 കഴിഞ്ഞു. പിന്നെ 2021 1-ാം മാസം, 2-ാം മാസം, 3-ാം മാസം. 3-ാം മാസം ഉണ്ട്, കാരണം 25 ആവുമ്പോഴാണ് 25/9. ഇതെല്ലാം 25 ഇങ്ങനെ നമുക്ക് കൂട്ടാം, എല്ലാം നമുക്ക് ഇങ്ങനെ കൂട്ടിയെടുക്കാം. അപ്പോൾ എത്ര മാസങ്ങളായി? 1, 2, 3, 4, 5, 6. അപ്പോൾ 20 വർഷവുമായി, 6 മാസവുമായി. 6 മാസമായി. അപ്പോൾ 31/3/2021. ഇപ്പോൾ എത്ര വരെയായി? 25/3/2021. ഇനി 25 മുതൽ 31 വരെ എത്ര ദിവസങ്ങൾ? ഇപ്പം ചിലപ്പോൾ എന്ത് ചെയ്യുമെന്നറിയോ, ഇതിനകത്തിൽ ആ ഒരു കൺഫ്യൂഷൻ വരത്തില്ല. ചിലപ്പോൾ 25 കൂടെ ഈ എണ്ണണം, ചിലപ്പോൾ അങ്ങനെ ആവും. ചിലപ്പോൾ PSC പറയും ഞങ്ങൾ അംഗീകരിച്ച ആൻസർ അതാണെന്ന് പറയും. ഇവിടെ പക്ഷേ ആ പ്രശ്നമില്ല. 26, 27, 28, 29, 30, 31. അപ്പോൾ 31. അപ്പോൾ എത്ര ദിവസം? 6 ദിവസം. 6 മാസവും 6 ദിവസവും. സോ 20 വർഷം 6 മാസം 6 ദിവസം. 20 വർഷം 6 മാസം 6 ദിവസം. ഓപ്ഷൻ എ ശരിയാണോ? എക്സാക്ട്ലി. സോ ആൻസർ എത്ര കിട്ടി? ഓപ്ഷൻ എ എന്ന് നമുക്ക് ആൻസർ കിട്ടി. 20 വർഷം 6 മാസം 6 ദിവസം. സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, 1/9 is equal to 0.1111 ആണ് എങ്കിൽ റൂട്ട് ഓഫ് 0.4444 എത്ര? അതായത് ഈ 0.111111 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ 1 ഇങ്ങനെ അവസാനിക്കുന്നില്ല എന്നാണ്. അപ്പോൾ നമ്മൾ ഇതിനെ പറയുന്നത് 0.1 ബാർ എന്നാണ്. അതിനർത്ഥം ഈ 1 ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും എന്നാണ്. അപ്പോൾ ഈ 1 ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും 1/9 എന്ന് പറയും, അല്ലേ? അപ്പം അതാണ് ഇവിടെ ഈ 1/9 എന്ന് നമുക്ക് കിട്ടിയത്. അപ്പം ഈ 0.44444 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 4 ബാർ എന്നാണ് അതിൻ്റെ അർത്ഥം. 4 ബാർ എന്നാണ് അതിൻ്റെ അർത്ഥം. 4 ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4/9 എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതായത് ഈ 4 ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.4444 ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കുക, ഇതിനൊരു അവസാനിക്കുന്നില്ല. ഇതിങ്ങനെ അങ്ങ് പൊക്കോണ്ടിരിക്കുക. അപ്പോൾ 0.4444 എന്നും പറഞ്ഞങ്ങ് പോവാം. അപ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതാം? 4/9 എന്ന് എഴുതാം. റൂട്ട് ഓഫ് 4/9, കാരണം നമുക്കിവിടെ റൂട്ടുണ്ട്. അപ്പോൾ 4ന്റെ റൂട്ട് എത്ര? 2. 9ന്റെ റൂട്ട് എത്ര? 3. സോ ആൻസർ എത്ര? 2/3 ആണ് അതിൻ്റെ ഭിന്നസംഖ്യാരൂപം. അപ്പോൾ അതിൻ്റെ ഭിന്നസംഖ്യാരൂപം എത്രയാണ് മക്കളെ? 2/3 ആണ് അതിൻ്റെ ഭിന്നസംഖ്യാരൂപം. സോ ആൻസർ കിട്ടി. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 5/6 + 5/6 + 5/6 + 5/6 + 5/6 is equal to 5x ആയാൽ എക്സിൻ്റെ വില എന്ത്? അപ്പോൾ ഇവിടെ ഞാൻ നോക്കിയപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമല്ല. മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് 6 എല്ലാം കൂടെ കൂട്ടി എടുത്ത് വെച്ചിട്ട് 5 × 5 30 എന്ന് എഴുതി വെച്ച് നമുക്ക് തടി ഊരായിരുന്നു. ഇവിടെ അങ്ങനെയല്ല, പ്ലസ് ചെയ്യുവാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു?
ഈ 5�6നെ ഇങ്ങ് കോമൺ ആയിട്ട് എടുത്തു ഇൻറ്റു 1 2 3 4 5. സോ 1 + 1 + 1 + 1 എത്ര 1 2 3 4 ഒരൊന്നുകൂടെ ഉണ്ട് ഈസ് ഈക്വൽ ടു 5⁻x. അപ്പോൾ 5⁻6 ഇൻറ്റു ഇതെന്തായി 5 എന്നായി. വെറും 5 എന്ന് പറഞ്ഞാൽ 5⁻1 അല്ലേ, ഈസ് ഈക്വൽ ടു അല്ലേ 5⁻x. അതെ, ഇപ്പോൾ നോക്കിക്കേ a⁻m ഇൻറ്റു a⁻n എന്ന് പറഞ്ഞാൽ a⁻m + n അല്ലേ. അതെ, അപ്പോൾ എനിക്ക് എന്തെഴുതാം 5⁻6 + 1 is equal to 5⁻x. So 5⁻7 is equal to 5⁻x. So x is equal to 7. ഉണ്ടോ? വളരെ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് പോകാം. സോ ആൻസർ എത്രയാണ്? 7. ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. ഓപ്ഷൻ സി ശരിയാണോ? യെസ്, അല്ലാതെ ഇവിടെ പോകാൻ. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ സി 7. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. 1 മുതൽ തുടർച്ചയായി കുറെ ഒറ്റ സംഖ്യകൾ കൂട്ടിയപ്പോൾ 5184 കിട്ടി. എത്ര ഒറ്റ സംഖ്യകളാണ് കൂട്ടിയത്? മക്കളെ വളരെ എളുപ്പമാണ്. തുടർച്ചയായ n ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ അത് n² ആയിരിക്കും. ഇവിടെ n² ആണ് 5184 എന്ന് കിട്ടിയത്. സോ n എന്ന് പറഞ്ഞാൽ 5184ന്റെ സ്ക്വയർ റൂട്ട് ആയിരിക്കും, അത് 72 ആണ്. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ സി 72. ശരിയാണോ? യെസ്, വളരെ ശരിയാണ്. സോ തുടർച്ചയായ n ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? n² ആയിരിക്കും. അപ്പോൾ 5184ന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ചാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. വളരെ ചെറിയൊരു ക്ലാസ് ആണ്. 6 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇനി പരീക്ഷ മുതൽ സ്ഥിരമായിട്ട് ഇതേപോലെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന വീഡിയോസ് സ്ഥിരമായിട്ട് നമ്മുടെ ചാനലിലുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ ഇങ്ങനെയുള്ള ഈ വരുന്ന വീഡിയോസ് എല്ലാം കാണുക. സോ കഴിയുന്നത്ര ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്ത് പഠിക്കുക. കഴിയുന്നത്ര ചോദ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഞാനും ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിലൂടെ കാണാം.